നമ്മളിന്നേ അവിൽ വിളയിച്ചതിൻ്റെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത് കേട്ടോ. സാധാരണ നമ്മൾ വീട്ടിലൊക്കെ എപ്പോഴും ചെയ്യുന്നൊരു സംഭവം തന്നെയാണ് അല്ലേ. എന്നിരുന്നാൽ കൂടി ഞാൻ ചെയ്യുന്നൊരു മെത്തേഡ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക 1.5 മാസം വരെയൊക്കെ നമുക്ക് കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റാവുന്ന ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ശർക്കര വേണം, അത് ഉരുക്കിയെടുക്കണം നമുക്ക്. അപ്പോൾ ഒരു 4 അച്ച് ശർക്കര നമ്മൾ എടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 150 ഗ്രാമൊക്കെ വരും കേട്ടോ. ചെറിയ അച്ചുകളായതുകൊണ്ടാണ് നമ്മൾ 4 എണ്ണം എടുത്തത്. അരക്കപ്പളവ് മാത്രം വെള്ളം ചേർത്തിട്ട് നമുക്ക് ഉരുക്കിയെടുക്കാം. അപ്പോൾ അതിൽ ഉരുക്കി അരിച്ചെടുക്കുമ്പോൾ നമുക്ക് കല്ലും മണ്ണൊക്കെ പൂവും ശർക്കരയിലത്തെ. അപ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള എന്താ പറയുക 1 സ്ട്രിങ് കൺസിസ്റ്റൻസി എന്നൊക്കെ പറയുന്ന ആ ഒരു രീതിയിലേക്ക് നമ്മളുടെ ശർക്കരപ്പാനി എത്തണം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. അരക്കപ്പ് വെള്ളം മാത്രം ഒഴിച്ചാൽ തന്നെ അത്യാവശ്യം ഉരുകി വരുമ്പോഴത്തേനും നല്ല തിക്കായിട്ട് വരും കേട്ടോ. ഇനി ഇത് ചൂടാറി വരുമ്പോൾ കുറച്ചും കൂടി നല്ല കട്ടിയിലുള്ള ശർക്കരപ്പാനി നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നാളികേരം ഒന്ന് വറുത്തെടുക്കണം. അത് നമ്മൾ നെയ്യോ എണ്ണയോ ഒന്നും ഒഴിക്കാതെ തന്നെ വെറുതെ പാനിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ നന്നായിട്ട് കളറൊന്നും ചേഞ്ച് ആയിട്ട് വരണ്ട. നാളികേരത്തിലത്തെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് മാത്രം പോയാൽ മതി. എന്നാലാണ് നമുക്ക് കേടുകൂടാതെ ഇരിക്കുള്ളൂ നമ്മുടെ അവിൽ വിളയിച്ചത് കേട്ടോ. ഇപ്പം അത്യാവശ്യത്തിന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, ഒലർന്ന് കിട്ടുന്നുണ്ട് നമ്മുടെ നാളികേരം. ഈ സമയത്ത് മാത്രമാണ് നമ്മൾ ശർക്കര പാനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ശർക്കര പാനിയിൽ ചെറിയ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായി തന്നെ നമ്മുടെ നാളികേരത്തിന് മൊരിച്ചെടുക്കണം. ഇതാണ് നമ്മുടെ അവിൽ വിളയിച്ചതിൻ്റെ പ്രധാന ടേസ്റ്റ് തരുന്ന ഒരു സംഭവം കേട്ടോ. ചെറിയ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ചെയ്തോളോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ശർക്കരയുടെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ പോവണം, നമ്മളുടെ തേങ്ങയും കൂടിയിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് വരണം. അപ്പോൾ ഒരു നുള്ളു ഉപ്പ് നമ്മൾ ചേർക്കുന്നുണ്ട്, നമ്മുടെ ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. ഒരു 1/2 സ്പൂൺ അളവിൽ നമ്മുടെ ഏലക്കായുടെ പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ അവിൽ ചേർക്കാം. ഞാനിപ്പോൾ മട്ട അവിലാണ് ചേർത്തിരിക്കുന്നത്. ഒരു 4 കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് 1-2 ബാച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നാലേ നന്നായിട്ട് യോജിച്ച് കിട്ടുള്ളൂ. നമ്മളുടെ തേങ്ങയും ശർക്കരയും എല്ലാതും കൂടിയിട്ട് ഒന്നിച്ചിടുമ്പോൾ ഇങ്ങനെ ആകെ കട്ട കെട്ടും. അപ്പോൾ കുറേശ്ശെ അവിലിട്ടിട്ട് നന്നായി തന്നെ ഉലർത്തി എടുക്കട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിൽ വിളയിച്ചാണ്. ഞാൻ സാധാരണ എപ്പോഴും ഇതുപോലെ കനം കുറഞ്ഞ അവിലെടുത്തിട്ടാണ് ചെയ്യാറ് കേട്ടോ. അവിൽ ചൂടാക്കിയിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല ക്രിസ്പി, അല്ലെങ്കിലും ക്രിസ്പിയാണ്, ഇനി കുറച്ചും കൂടി ക്രിസ്പി ആയിട്ട് ഇരിക്കണം എന്ന് വെച്ചാൽ ഒന്ന് അവിലിനെ ഒന്ന് ചൂടാക്കിയിട്ട് ചേർത്ത് കൊടുത്താലും കുറച്ചും കൂടി നന്നാവും കേട്ടോ. ഞാനിപ്പോൾ ചൂടാക്കിയിട്ടൊന്നുമില്ല, ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്തു ഉള്ളൂ കേട്ടോ. അപ്പോൾ നന്നായി ചേർത്ത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 1.5 മാസം വരെ നമുക്ക് ഒരു കേടും കൂടാതെ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ചാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു പ്രശ്നവും വരില്ല തേങ്ങ ചേർത്തു എന്ന് വെച്ചിട്ട്. ഇനിയിപ്പോൾ നമുക്ക് നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് വറുത്തിടണം. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് നമ്മൾ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് ചേർത്ത് കൊടുക്കുക. നെയ്യ് മെൽട്ടായിട്ട് വരുന്ന സമയത്ത് ഒരു 1/2 കപ്പ് അളവിൽ കാഷ്യൂസ് ചേർക്കുന്നുണ്ട് ഞാൻ. ഇനിയിപ്പോൾ അതോടൊപ്പം തന്നെ പൊട്ടുകടല എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ചേർത്ത് ഒരു 1/4 കപ്പ് അളവിൽ. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. ഇനിയിപ്പോൾ കിസ്മിസ് കയ്യിലുണ്ടെന്ന് വെച്ചാൽ അത് ചേർക്കാം. ഇനിയിപ്പോൾ നമ്മുടെ കപ്പലണ്ടിയാണ് കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് വേണമെങ്കിൽ ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതുപോലെ നെയ്യിൽ വറുത്തിട്ട് ചേർത്ത് കൊടുത്തോ കേട്ടോ. അപ്പോൾ ഇത്രയുള്ള പരിപാടി നമ്മൾ മൊത്തത്തിൽ തന്നെ നെയ്യോടുകൂടി തന്നെ നമ്മളുടെ അവിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ചൂടാറിയതിന് ശേഷം നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുക, കഴിക്കുക. ഇത്രയുള്ള പരിപാടി. അപ്പോൾ ഇതേപോലെ തന്നെയാണോ നിങ്ങൾ ചെയ്യാറ്? അപ്പോൾ ഒന്ന് കമൻറ്റ് ഇട്ടോളോ കേട്ടോ. അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങനെയല്ല ചെയ്യണമെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ഇട്ടോളോ. ഇതേപോലെ ചെയ്യാൻ പറ്റാവുന്ന സൂപ്പർ ടേസ്റ്റി റെസിപ്പീസായിട്ട് ഞാൻ വേഗം വരാം. അതുവരേക്കും ബൈ, താങ്ക് യു.